ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മളൊരു സംഭവം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നഖം ആക്കുന്ന ഒരു വീഡിയോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ 7 മണിക്ക് ഇടും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് 7 മണിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്നാണ് നമ്മൾ ഇത് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 എന്തായാലും വരുന്നതാണ്. സ്റ്റോറേജ് സ്പേസ് ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 വരുന്നതാണ്, അല്ലെങ്കിൽ പാർട്ട് 1 തന്നെ ഒതുങ്ങും. അത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഇതെന്തിനാണ് ഞാൻ എടുത്തു വെച്ചതെന്ന് വെച്ചാൽ, ഇത് ഞാനൊരു സേഫ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാണ് ഈ ഒരു ഹലോ, എന്നെ ഈ കണ്ണാടിയിൽ കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? അപ്പോൾ ഈ ഒരു സേഫ് ആയിട്ടുള്ള കണ്ടെയ്നറിലാണ് കേട്ടോ ഞാൻ എൻ്റെ നഖങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നഖം നമുക്ക് എങ്ങനെയാണ് ഒറിജിനലായിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇത് 5 വിരലിന് വേണ്ടിയിട്ടുള്ള നഖങ്ങൾ ഇവിടെ സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ നമുക്കിത് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇതെന്തായാലും ഒരു അത്യാവശ്യ ഘട്ടത്തിലുണ്ടാകും. പിന്നെ നമുക്ക് വേണ്ടത് 2 A4 ഷീറ്റൊന്നും വേണ്ട കേട്ടോ, ഒരൊറ്റ A4 ഷീറ്റിന് പകുതി മതി. അപ്പോൾ നമുക്കിത് ഈ ഒരു ഒറ്റ A4 ഷീറ്റ് എന്തുണ്ടാക്കിയെടുക്കാം, പകുതിയായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ പകുതിയാക്കി മുറിച്ചെടുത്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ പകുതിയാക്കിയിട്ടൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് അലങ്കോലായിട്ടാണ് കേട്ടോ ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ 2 കഷ്ണങ്ങളാക്കി മാറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കഷ്ണം വേണ്ട, നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ഈസി ആയിട്ടുള്ള ഏതാണോ ആ കഷ്ണം നിങ്ങൾ എടുത്ത് വയ്ക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു നിങ്ങൾ ലെവല് നേരായിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മുറിച്ച് മാറ്റേണ്ടി വരില്ല. പക്ഷെ ഞാനിത് ലെവലായിട്ടില്ല കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനൊന്ന് ലെവലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പാർട്ട് 2 വരുന്നതാണ്, ഒന്ന് ഒരിക്കൽ കൂടി പറയാം. അപ്പോൾ സേഫായിട്ട് ഇങ്ങനെ നമ്മൾ മുറിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഒരേപോലത്തെ നീളമായിട്ടുണ്ട്. ഇനി നമുക്കിത് 5 വിരലിലായിട്ടാണ് നമുക്ക് ആക്കേണ്ടത്. വിരലിലായിട്ടാണ് നമുക്കിത് ആക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അങ്ങനെ നമുക്ക് 5 എണ്ണം ആക്കിയിട്ട് എടുക്കണം. ഒരെണ്ണം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ 5 എണ്ണം സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ 5 എണ്ണം ആക്കി എടുത്തിട്ട് കാണാം. അപ്പോൾ ഗൈസ്, 5 എണ്ണം ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ 5 എണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി ഒരു പേപ്പർ എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പേപ്പർ എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് അതൊന്നും മാറ്റി വയ്ക്കുക. ഒരു ആവശ്യത്തിന് ഞാൻ അതെടുത്ത് മാറ്റി വെച്ചാണ്. അപ്പോൾ നമുക്കിത് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം ഒരു സിമ്പിളായിട്ട് നമുക്ക് നഖം, ഇനിയാണ് നമ്മൾ മെയിനായിട്ട് നഖം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഈ ഒരു ഫിംഗറിന് വേണ്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു പേപ്പർ ഇതുപോലെ ഒരു കഷ്ണമായിട്ട് ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതാ ഈ ഒരു കഷ്ണം നമുക്ക് ഈ ഒരു വിരലിൻ്റെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം. അതിനുശേഷം ഇത് രണ്ടും നമ്മുടെ ഈ ഒരു നഖത്തിനെ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അളവെടുക്കണമല്ലോ. അപ്പോൾ അളവെടുക്കുമ്പോൾ ഇതിങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ 2 അടയാളമായിട്ട് കിട്ടും. ഇനി നമുക്ക് അതിലേക്കൂടെ ഒന്ന് മുറിച്ചെടുക്കാം. ഇനി അതുപോലെ തന്നെയായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നല്ല പോലെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എത്രയാണോ നീളം വേണ്ടത് അത്രയും അനുസരിച്ച് മുറിച്ചെടുക്കുക. എനിക്ക് ഇത്ര നീളം വേണ്ടു, അതുകൊണ്ട് ഞാൻ അത്രയും നീളം എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് ഷേപ്പാക്കി കൊടുക്കാം. അത്യാവശ്യമായിട്ട് നല്ല ഷേപ്പാക്കി കൊടുക്കണം. നമുക്ക് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നമുക്കിതാ ഇവിടെ ഇതുപോലെ നമുക്ക് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ വിരലിൽ നമുക്ക് വെച്ച് നോക്കാം. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ വിരലിൽ വെച്ച് നോക്കിയിട്ട് നമുക്കിതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ നമുക്കിതുപോലെ റൗണ്ടായി കിട്ടും.
റൗണ്ടാക്കി കിട്ടി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ആയിട്ടില്ല, ഇനിയും പരിപാടി ഉണ്ട് ഇതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ബാക്കി വന്ന കഷ്ണമാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ എന്തായാലും പാർട്ട് 2-ൽ എന്തായാലും പറയും കേട്ടോ അത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നിൽക്കാൻ ചാൻസ് ഉണ്ട്, എനിക്കറിയത്തില്ല. അപ്പോൾ ഈ ഒരു പേപ്പർ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഒരേ ലെങ്ത് അല്ല കേട്ടോ, ഒരേ സൈസല്ല ഇത്. ഇനി ഈ ഒരു നഖം നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി ഈ ഒരു നഖം എന്ത് ചെയ്യുക, ഇതിൻ്റെ ഈ ഒരു ഇതുപോലെ നടുക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വീണ്ടും ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തളരില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ ഈ സെൻട്രലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ട്, ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക. എന്നിട്ട് ഒരേ നീളത്തിൽ ഇതൊന്ന് വെട്ടി മുറിച്ച് മാറ്റുക. ഇതിൻ്റെ അതേ കറക്റ്റ് സൈസായിരിക്കണം. നീളം കൂടിപ്പോവാനോ കുറഞ്ഞു പോവാനോ പാടില്ല. ഇതിൻ്റെ ഒരേ സൈസായിരിക്കണം കേട്ടോ. ഒരേ സൈസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മളിതാ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ആ ഒരു സമയത്ത് തന്നെ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇതുപോലെ ആക്കി കൊടുത്താൽ നമുക്ക് കുറച്ച് നഖത്തിൻ്റെ ഷേപ്പായി കിട്ടും. അപ്പോൾ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 3 എണ്ണമായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കിതുപോലെ 4 എണ്ണം ചെയ്തെടുക്കാം. ചാർജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് സ്പീഡാക്കി പോകുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി കേട്ട് നോക്കാം. ഒരു 2-3 പ്രാവശ്യം കേട്ട് നോക്കിയാൽ ഇതെന്തായാലും മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇനി നമ്മൾ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതുപോലെ രണ്ടാമത്തേതും ചെയ്തെടുക്കാം. രണ്ടാമത്തേതും ഒരേ അളവിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം. ഒരു മിനിറ്റ്. രണ്ടാമത്തേത് ഒന്ന് കണ്ണ് തിരുമ്പിയതാണ് കേട്ടോ, കണ്ണ് തിരുമ്പിയതാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തേത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അളവ് എടുക്കുന്നുണ്ട്. ഇനി ആ അളവ് എടുത്തതിന് ശേഷം നമ്മളത് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ രസമില്ലാണ്ടാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ ഷേപ്പാക്കി വരുമ്പോൾ അടിപൊളിയായിരിക്കും. അത് ലെങ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് നമ്മൾ അത്ര അനുസരിച്ച് ജസ്റ്റ് ഒന്ന് കുറച്ചെടുക്കാം. വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ കുറച്ചെടുക്കാം കേട്ടോ. ഹൈറ്റ് വേണമെങ്കിൽ ഒന്നും കൂടി കുറച്ചെടുക്കാം. അത് ഇതാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതും കൂടി ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ ഒന്ന് വെച്ചെടുക്കാം. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് സിമ്പിളാണ് കേട്ടോ ഈ ഒരു നഖം ഉണ്ടാക്കാൻ. നമുക്ക് A4 ഷീറ്റും ഗ്ലൂവും ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മളിങ്ങനെ ആക്കിയെടുക്കാം. നമുക്ക് നന്നായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് കുറച്ച് ടാസ്ക്കാണ്, ഈ ഒരു പരിപാടി കുറച്ച് ടാസ്ക്കാണ്. എന്നാലും നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യാം. ഇതൊരടി തെറ്റിപ്പോയാൽ പിന്നെ എല്ലാം പോയി. ബാക്കി A4 ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാം. അങ്ങനെ രണ്ടാമത്തത് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയേക്കാം. അതുപോലെ തന്നെ നമുക്ക് 3 എണ്ണം ചെയ്തെടുക്കാം. അപ്പം 3 എണ്ണം ചെയ്തെടുത്തിട്ട് കാണാം.
അപ്പോൾ ഗൈസ് നമ്മളിതാ 5 എണ്ണം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഫസ്റ്റ് ആക്കിയെടുത്തത്. അപ്പോൾ ഇതാണ് രണ്ടാമത് ആക്കിയെടുത്തത്. ഇത് നമ്മൾ മൂന്നാമത് ആക്കിയെടുത്ത്, അങ്ങനെ 5 എണ്ണം നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു ഗമ്മാണ് കേട്ടോ. യെല്ലോ ഗമ്മ് തന്നെ വേണം കേട്ടോ. വൈറ്റ് ഗമ്മ് ഉപയോഗിക്കരുത്. വൈറ്റ് ഗമ്മ് ഉപയോഗിച്ചാൽ നമ്മുടെ നഖം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത് മാത്രമല്ല ഊരി വരാനും ഇതുണ്ട്, ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യെല്ലോ ഗമ്മ് തന്നെ എടുക്കുക. ഇതൊരു ഹാഫ് എടുത്താൽ മതി. ഓരോരോ കയ്യിൽ ഓരോ തുള്ളി ഊറ്റിച്ചെടുത്താൽ നമുക്കിത് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു യെല്ലോ ഗമ്മ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു ഗമ്മ് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ വേണം, ഇങ്ങനെ വേണം വെക്കാൻ. ഇങ്ങനെ വെച്ചാൽ നമുക്ക് എടുക്കാൻ എളുപ്പമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ യൂസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കെട്ടി കൂടിയതാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കളഞ്ഞെടുക്കുക. എന്തെങ്കിലും ഗ്ലൂ എങ്ങാനോ ഇതിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവില്ല. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ളത് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മളൊന്ന് തല കുത്തനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കിതാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് 4 എണ്ണം നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഫസ്റ്റ്